നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനൊരു കാര്യം പറയാം. നമുക്കിനി വിവാഹ നിശ്ചയമൊന്നും വേണ്ട, നേരെ വിവാഹത്തിലേക്ക് കടക്കാം. അതാ മുത്തശ്ശ വേണ്ടത്. കല്യാണത്തിലേക്ക് പോകുന്നത് നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. അത് മതി സച്ചു. പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നെങ്കിൽ അത് വിവാഹത്തിലൂടെ തീരൂ. സഞ്ജു ഉത്തമനും കൂടെ പോയി ജയദേവൻ തിരുമേനിയെ കണ്ട് ഒരു മുഹൂർത്തം കുറിക്കേ. ഒരു മാസത്തേക്കൊന്നും നീട്ടിവെക്കരുത്. ഒരാഴ്ചക്കുള്ള തീയതിയാ വേണ്ടത്. നമ്മളോടൊക്കെ ഇവിടെ വരാൻ പറഞ്ഞിട്ട് സഞ്ജു എവിടെ പോയി? ആ വന്നല്ലോ. എന്താണ് നിനക്ക് പറയാനുള്ളത്? അത് പറ. എല്ലാവർക്കും കൊടുക്ക്. ആദ്യം എല്ലാവരെയും മധുരം എടുത്ത് കഴിക്കേ. മധുരമൊക്കെ ഉണ്ട്. എന്തോ സന്തോഷത്തിലാണല്ലോ. അപ്പോ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം പറയാനാ എല്ലാവരും ഇവിടേക്ക് വിളിച്ചത്. എല്ലാരും മധുരം കഴിച്ചല്ലോ. ഇനി പറ, എന്താ ഇത്ര സന്തോഷമുള്ള കാര്യം? കേൾക്കട്ടെ. ഇത് നമ്മുടെ ലച്ചുവിന്റെയും ഗോവിന്ദിന്റെയും കല്യാണ കുറിപ്പടിയാ. സഞ്ജു ഇത്രയും സമയം അത് സസ്പെൻസ് ആക്കി വെച്ചതാണല്ലേ? ഇവിടെ എല്ലാരെയും വിളിച്ചു കൂട്ടി മധുരം വിളമ്പണമെന്ന് പറഞ്ഞപ്പോ എന്താ ഏതാന്ന് ഒരു പിടിയും കിട്ടിയില്ല. എന്തായാലും സന്തോഷമുള്ള എന്തോ കാര്യമെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഇത്രയും സന്തോഷമുള്ള കാര്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സഞ്ജു, എന്നാ വിവാഹം? ഇനി അതിന് അധിക ദിവസം ഉണ്ടാവില്ലല്ലോ. വിവാഹ തീയതി എന്നാന്നൊന്ന് പറ. ഇനി ഇവരുടെ വിവാഹത്തിന് വിരലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. വരുന്ന 11-ാം തീയതി വ്യാഴാഴ്ചയാണ് ആ ശുഭമുഹൂർത്തം. ഈ വിവാഹം ആർഭാടമായിട്ട് തന്നെ നടത്തണം. സദ്യക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് നമ്മൾ കൂട്ടായി തന്നെ ആലോചിക്കണം. എന്റെ അമ്മുവിന്റെ വിവാഹം നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് എന്റെ ആഗ്രഹം. അമ്മ പറഞ്ഞതാ ശരി. അമ്മുവിന്റെ വിവാഹം നമുക്ക് അടിച്ചു പൊളിക്കണം. അല്ല, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മ ഒന്നും പറഞ്ഞില്ല. മോളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കാൻ പോകുന്നത്. നിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാ പറ, നമുക്കതുപോലെ ചെയ്യാം. അമ്മു, നിന്റെ അഭിപ്രായം പറയ്, കേൾക്കട്ടെ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ടെൻഷനോ? അതെന്തിനാ? വിവാഹം ഉറപ്പിച്ച അന്നു മുതൽ ഡോക്ടർക്ക് ഓരോ ആപത്തുകളായിരുന്നല്ലോ. അതാ എനിക്ക് ടെൻഷൻ. മോളിപ്പോഴും അതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണോ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ മോളെ. ഗോവിന്ദിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുകയും ചെയ്തു. പിന്നെന്താ? എന്റെ നല്ലതിനു വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കാൻ എനിക്ക് വയ്യമ്മേ. വേണ്ടാത്ത ചിന്തകളൊന്നും ഇപ്പൊ മനസ്സിൽ കയറ്റി വെക്കണ്ട. മനസ്സ് സന്തോഷമായിട്ട് വെക്ക. ബാക്കി കാര്യം നീ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. വിവാഹം മംഗളമായി തന്നെ നടക്കും. അതുപോലെ ക്ഷേത്രത്തില് ദേവിയുടെ മുന്നിൽ വെച്ച് ചെറിയൊരു മാലയിടൽ ചടങ്ങ്, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് പറ്റില്ല. ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് വളരെ ഗ്രാൻഡ് ആയിട്ട് ഗോവിന്ദിന്റെ അമ്മുവിന്റെ കല്യാണം നടത്തണം. അതൊന്നും വേണ്ട. ദേവിയുടെ മുന്നിൽ വെച്ച ആ ചടങ്ങ് നടക്കണ്ടേ. ഞാൻ ഡോക്ടറോട് ഇക്കാര്യം സംസാരിച്ചിരുന്നു. ഡോക്ടർക്കും അതിൽ സന്തോഷമേ ഉള്ളൂ. ഒന്നാലോചിച്ച മോള് പറയുന്നത് ശരിയാ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും വേണ്ടല്ലോ. എന്നാ ശരി, ലച്ചുവിന്റെ ആഗ്രഹം അതാണെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വിവാഹം നടത്താം. എന്തായാലും വിവാഹത്തിന് മുൻപ് തടസ്സങ്ങൾ മാറാൻ ചില പരിഹാരക്രിയകൾ ചെയ്യേണ്ടതുണ്ട്. സഞ്ജു അതിന് വേണ്ടത് ചെയ്യണം. പ്രശ്നങ്ങളെല്ലാം തീരണം. അമ്മുവിന്റെയും ഗോവിന്ദിന്റെയും മുന്നോട്ടുള്ള ജീവിതം സന്തോഷമുള്ളതാവണം. അത്രമാത്രം ഈ കുടുംബത്തെ സ്നേഹിച്ച അമ്മുവിന് ഇതല്ലാതെ നമുക്ക് മറ്റെന്താ ചെയ്തു കൊടുക്കാനാവുക? ഈ കുടുംബത്തിൽ ഒരു അപകട മൃത്യു കാണുന്നു. ഈശ്വര, അത് തടയാൻ ആർക്കും കഴിയില്ല.
സാക്ഷാൽ ജഗദീശ്വരന് പോലും. തിരുമേനി ഇങ്ങനെ ഭയപ്പെടുത്തരുത്. പ്രശ്നവിധിയിൽ കണ്ടത് ഞാൻ സത്യസന്ധമായി പറഞ്ഞു. അത് മറച്ചുവെച്ചിട്ട് എന്ത് കാര്യമാ ഉള്ളത്? അതെങ്ങനെ ഭയപ്പെടുത്തലാകും? നേരിടേണ്ടതിൽ നിന്നും ആർക്കും ഒളിച്ചോടാനാവില്ല. ഇന്നേക്ക് 7 ദിവസത്തിനുള്ളിൽ ഈ കുടുംബത്തിൽ ഒരു പ്രാണഭയം കാണുന്നു. അല്ല, ജാതകങ്ങളെല്ലാം തിരുമേനി പരിശോധിച്ചതല്ലേ? ആപത്ത് സംഭവിക്കാൻ പോകുന്നത് ആർക്കാണെന്ന് പറഞ്ഞൂടെ? കുടുംബത്തിന് മേൽ കരിനിഴലായി ഒരു മരണം വന്ന് നിൽപ്പുണ്ടെന്നേ എനിക്കിപ്പോ പറയാൻ കഴിയും. ഈശ്വരൻ, ഈ കുടുംബത്തിന്റെ ആജന്മ ശത്രുവിൽ നിന്നാണ് അത് സംഭവിക്കാൻ പോകുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, ഈ മരണത്തോടുകൂടി സകല ശത്രുദോഷങ്ങളും ഈ കുടുംബത്തിൽ നിന്നൊഴിയും. അതിനൊരു കുരുതി എന്നാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മനസ്സമാധാനത്തിന് വേണ്ടിയ ജോത്സിനെ വിളിപ്പിച്ചത്. ഇപ്പൊ ദേ ഉള്ള സമാധാനം കൂടെ പോയി കിട്ടി. എന്ത് സമാധാനമാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നത്? ഗ്രഹനാഥയുടെ ദുർമരണം, വിട്ടൊഴിയാത്ത രോഗപീഠകൾ, ദേവീ കടാക്ഷം കൊണ്ടൊന്നു മാത്രമാ നിങ്ങളെല്ലാവരും ജീവിച്ചിരിക്കുന്നത്. എന്താ സത്യമല്ലേ ശ്രീദേവി? അതെ തിരുമേനി. വിവാഹ നിശ്ചയം മുടങ്ങിയ കാര്യം തിരുമേനിയോട് പറഞ്ഞിരുന്നല്ലോ. അതിനൊരു മറുപടിയാ സത്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്. സുമംഗലിക്ക് വിവാഹ നിശ്ചയമോ? അതെവിടെ പതിവുണ്ട്? എല്ലാം അറിഞ്ഞു വെച്ചിട്ട് തിരുമേനി പരിഹസിക്കുകയാണോ? സത്യം പരിഹാസമാകുന്നത് എങ്ങനെയാ? ശിവക്ഷേത്രത്തിൽ പോയി താലികെട്ടിന് പരിഹാര പൂജകൾ ചെയ്തിട്ട് വീണ്ടും ആ താലി കഴുത്തിൽ അണിയുന്നത് അശുഭകരമാണെന്നറിയില്ലേ? നൂറ്റിയൊന്ന് കുംഭപൂജയോടെ പിഴമൂളി താലി അഴിച്ചു മാറ്റണം. വിശേഷ വിധിയായി ഒന്നും സംഭവിക്കില്ല. മഹാദേവനെ വേണം അഭയം പ്രാപിക്കാൻ. പൂജാ ചടങ്ങ് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് വേണം നടത്താൻ. താലിമാല കാണിക്കയായി സമർപ്പിക്കണം. പിന്നെ ഒരു ദോഷവും വരില്ല. താലിയുടെ വിഷയം അവിടെ തീർന്നു. തിരുമേനി പറഞ്ഞതുപോലെ ചെയ്യാം. തിരുമേനി ഒരു ചാർത്ത് തന്നാ മതി. ആയിക്കോട്ടെ. തിരുമേനി, വിവാഹത്തിന് തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? വിശേഷ ദിവസം വിവാഹം നടത്താൻ യോഗമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടമായില്ലെന്ന് വരാം. ആ ദിനം കഴിഞ്ഞ് 3-ാം നാൾ മംഗളകർമ്മത്തിന് യോഗമുണ്ട്. ഈ കുടുംബത്തെ ഗ്രസിച്ച മുഴുവൻ പാപദോഷങ്ങളും ഒഴിയുമ്പോൾ വിവാഹയോഗം കാണുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.